പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ അതേ വൈകുന്നേര സമയമാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഒരു നല്ലൊരു മഴ പെയ്തായിരുന്നു ഇവിടെ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്, നല്ല ക്ലൈമറ്റാണ് കേട്ടോ, അടിപൊളി ക്ലൈമറ്റാണ്. നമുക്കിങ്ങനെ സ്വെറ്ററും എന്തെങ്കിലും ഓരോ ഓവർകോട്ടൊന്നും ഇല്ലാണ്ട് പുറത്തൊന്നും വന്ന് നിൽക്കാനൊന്നും പറ്റില്ല, നല്ല തണുപ്പായിരിക്കും. രാവിലെ ഒന്ന് എണീറ്റ് കുളിക്കുന്നതിനെ പറ്റി ചിന്തിക്കുക പോലും വേണ്ട, അത്രയും തണുപ്പാണ് കേട്ടോ. ഞാൻ പൊതുവേ ഒന്നല്ലെങ്കിൽ ഉച്ച തിരിഞ്ഞ് ഒരു 3 മണി 3:30 ആകുമ്പോൾ കുളിക്കും, അല്ലെങ്കിൽ ഉച്ച നേരത്ത് കുളിക്കും, നല്ല നട്ടുച്ച നേരത്ത് കുളിക്കും. അങ്ങനെയൊക്കെ നമുക്ക് പറ്റുള്ളൂ കേട്ടോ, നല്ല തണുപ്പൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നമ്മുടെ പൂജാ റൂം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. പിന്നെ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇന്ന് ഞാൻ നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു. കാലത്ത് മുഴുവൻ ഇങ്ങനെ മടി പിടിച്ച് ഒരു വല്ലാത്തൊരവസ്ഥ. ഈ ഒരു തണുപ്പും ക്ലൈമറ്റൊക്കെ എങ്ങനെയാകുമ്പോഴേ നമുക്കിങ്ങനെ ഭയങ്കര മടിയായിരിക്കും കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് മടി വരാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, തണുപ്പാണെങ്കിൽ എനിക്ക് മടിയായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഞാൻ ഒന്നും ചെയ്തില്ല, കുക്കിംഗ് ഒഴിച്ച് വേറെ ഒരു കാര്യം ഞാൻ ഇന്ന് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു കാര്യമായിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്ന് എനിക്കിങ്ങനെ തോന്നി. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഉഷാറൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പൂജാ റൂം ഇന്ന് ക്ലീൻ ചെയ്തേക്കാന്ന്. അപ്പോൾ ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വന്ന് കുറച്ച് പൂവൊക്കെ പൊട്ടിച്ചു കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വിളക്ക് വയ്ക്കുന്ന നേരമാകുമ്പോഴത്തേക്കും ഇവിടെ ഇരുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ പൂ പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ്. എന്നാൽ പിന്നെ ഇൻട്രോ കൂടി അതിൻ്റെ ഇടയിൽ കൂടെ നടത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്ക് വേഗം പോയിട്ട് പൂക്കളൊക്കെ പൊട്ടിച്ചാലോ. അങ്ങനെ ഞാൻ ചെമ്പരത്തി ചെടിയുടെ അടുത്തെത്തി. അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടായിരിക്കും ഇന്ന് ആകെ 2 ചെമ്പരത്തി വിരിഞ്ഞിട്ടുള്ളൂ. അല്ലാത്ത ദിവസമൊക്കെ ഇവിടെ നിറയെ ചെമ്പരത്തി പൂ ഉണ്ടാവും കേട്ടോ. മിനിമം ഒരു 5-6 എണ്ണെങ്കിലും ഉണ്ടാവാറുണ്ട്. അങ്ങനെ പൂവുള്ള ചെടി ഏതാൻ തപ്പി വന്നപ്പോഴാണ് ഇതാ കൊലയായിട്ട് വെള്ള റോസാപ്പൂക്കൾ നിൽക്കുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാലോ, റോസ് പ്ലാന്റ്സ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇതൊരു ക്ലൈംബർ വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ക്ലൈംബ് ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അത് മേലെ കയറി പൊയ്ക്കോളും. പക്ഷെ തൽക്കാലം ഞാനിപ്പോൾ ചെടിയായിട്ടാണ് നിർത്തുന്നത്. പിന്നെ ഇത് പെറ്റൂണിയ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് പെറ്റൂണിയ. അപ്പോൾ അതിൽ ഒരു വെറൈറ്റിയാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. മുന്നേ ഒരുപാടുണ്ടായിരുന്നു, ചീത്തയായി പോയതാണ് കേട്ടോ മഴക്കാലമൊക്കെ വന്നപ്പോഴത്തേക്കും. എനിക്ക് ഒരിക്കലും പറഞ്ഞാൽ തീരാത്തൊരു വിശേഷം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ചെടി വിശേഷമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് തരം ചെമ്പരത്തികളുടെ വെറൈറ്റി ഉണ്ട്. അതിലേറ്റവും ലേറ്റസ്റ്റ് വാങ്ങിച്ചൊരു ചെമ്പരത്തിയുടെ ചെടിയാണ് ഇത്. ഈ പ്ലാന്റിനകത്തുണ്ടല്ലോ 2 ടൈപ്പിൽ പൂവുണ്ടാവും കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബഗ്സ് അറ്റാക്ക് ചെയ്തിട്ട് കേടായി പോയതാണ് ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ചെടി. പക്ഷെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് പ്ലാന്റ് ഇങ്ങനെ വളർന്ന് വീണ്ടും അത് ക്ലൈംബ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ പൂജാ റൂം. നിങ്ങൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ നാട്ടിൽ പോയി വന്നില്ല, അനിയൻ്റെ കല്യാണം ഒക്കെ ആയിട്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ പൂജാ റൂം അങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു മാസത്തിന് മേലെ ആയിട്ടുണ്ട്. അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മാറാലിയായിട്ട് ഒന്നുമില്ല. ഞാൻ നോക്കിയായിരുന്നു, ഞാൻ നാട്ടിൽ പോയി വന്നപ്പോൾ ആദ്യം നോക്കിയത് പൂജാ റൂമിനകത്ത് മാറാല പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. പക്ഷെ മാറാലി ഒന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് അങ്ങനെ പൊടിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇത്ര നാളായില്ലേ, അതിൻ്റെ ആയിട്ടുള്ള ഒരു ഭംഗിക്കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്യാം, എന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഞാൻ എനിക്ക് എൻ്റെ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ സ്റ്റാൻഡില്ലേ, അതങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനൊന്നും പറ്റില്ല. അങ്ങനെയാണോ വെച്ചേ അതുപോലെ തന്നെ വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ ഐറ്റംസ് ഒക്കെ എടുത്ത് ഇവിടെ താഴെ വെച്ചിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എണീറ്റ് നടക്കണം. അതിനുള്ള സമയമില്ല. വിളക്ക് വെക്കേണ്ട സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമുക്ക് പരിപാടി തീർക്കണം. അതുകൊണ്ട് പെട്ടെന്ന് ഡസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ചെറുപ്പം തൊട്ടേ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ശീലമാണ് വൈകുന്നേരം നാമം ചൊല്ലുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് കുഞ്ഞിലേ തൊട്ടേ ദൈവവിശ്വാസിയായിട്ടാണ് ഞാൻ വളർന്നിരിക്കുന്നത് എന്ന് സാരം. അതിപ്പോൾ സ്കൂളിലാണെങ്കിലും ഞാൻ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെയും ഈ ഒരു പ്രാർത്ഥനയ്ക്കും ഇതിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. കാലത്തെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകും. ഫ്രൈഡേ ദിവസങ്ങളിൽ സ്പെഷ്യലായിട്ട് ഒരു പ്രാർത്ഥനയ്ക്ക് ടൈം ഉണ്ടാവും, പ്രെയർ ടൈം ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് ശീലിച്ചും ഒക്കെ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും ദൈവവിശ്വാസമൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ സ്കൂളിൽ നിന്നാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് പഠിക്കുമല്ലേ.
അച്ചടക്കവും ദൈവഭയവും ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ വീട്ടിൽ നിന്ന് മാത്രമല്ല നമ്മൾ നല്ല കാര്യങ്ങൾ പഠിക്കുന്നത്, അത് സ്കൂളിൽ നിന്ന് കൂടിയാണ്. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരെയും സ്കൂളിലേക്കൊക്കെ വിടുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വേറൊന്നല്ല, ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം നമ്മളുടെ ഒരു ഏജിൽ പെട്ടവരാണെങ്കിലും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാണ്. വീട്ടിലെ കുട്ടികളെ ശ്രദ്ധിക്കാനായിട്ട് വളരെ സമയം കുറവാണ്. ഉള്ള സമയത്താണെങ്കിൽ അവർ ടയേർഡും ആയിരിക്കും. എന്നിരുന്നാൽ കൂടിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ കുട്ടികളെ ദൈവഭയത്തോട് കൂടിയിട്ട് വളർത്തുക എന്നുള്ളത് ട്ടോ. ഞാനിപ്പോൾ എൻ്റെ മക്കൾക്ക് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ്, അതിപ്പോൾ അവർ ട്യൂഷൻ വിട്ട് വന്നിട്ടാണെങ്കിൽ പോലും ഒരു 15 മിനിറ്റ് അവരെ നാമം ചൊല്ലിക്കാനായിട്ട് ഇരുത്താറുണ്ട് കേട്ടോ. ഞാൻ കറക്റ്റായിട്ട് വിളക്ക് വയ്ക്കുന്ന നേരത്തായിരിക്കും അവർ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിയുന്നതോട് കൂടി തന്നെ അവരൊരു 10-15 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഇരുത്താറുണ്ട്. അതേപോലെ ഒഴിവ് ഉള്ള ദിവസങ്ങളിൽ അവർ വീട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് എൻ്റെ മക്കൾക്ക് ഇതൊക്കെ ശീലമാണ്. അവർ പ്രാർത്ഥിക്കും, അവർക്ക് ദൈവഭയവും ഉണ്ട്. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാതെ ഓർക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും കുട്ടികളെ കൊണ്ട് പ്രാർത്ഥന ചൊല്ലിക്കാനും അല്ലെങ്കിൽ പൂജാമുറിയുടെ മുന്നിൽ ഒരു 10 മിനിറ്റ് ആ ദൈവത്തെ ഓർത്ത് ഇരിക്കാനെങ്കിലും അവരെ പഠിപ്പിക്കണം കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, അത് അവർക്ക് തലയ്ക്ക് മേലെ നിൽക്കുന്ന ഒരു വെളിച്ചം പോലെയാണല്ലേ. ദൈവഭയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തെറ്റുകളൊന്നും ചെയ്യാനായിട്ട് തോന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പേടി വേണം, അതേപോലെ തന്നെ സ്നേഹവും വേണം, ദൈവത്തിൽ വിശ്വാസം വേണം. അതുകൊണ്ടാണ് അതൊക്കെ നമ്മൾ ചെറുപ്പം തൊട്ടേ വളർത്തിയെടുക്കണം എന്ന് ഞാൻ പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ ഒരു പൂജാ റൂമിനെ പറ്റി അല്ലെങ്കിൽ എൻ്റെ ഒരു രീതിയെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ദിവസവും വിളക്ക് വയ്ക്കും. എക്സെപ്റ്റ് പീരീഡ്സ് ആയ ദിവസങ്ങളിലും ബീഫ് കൂട്ടുന്ന ദിവസങ്ങളിലും ഞാൻ വിളക്ക് വെക്കാറില്ല കേട്ടോ. ബീഫൊക്കെ വളരെ ചുരുക്കമാണ് കഴിക്കുന്നത്. എന്നാൽ പോലും ആ ഒരു സമയത്ത് ഞാൻ വെക്കാറില്ല വിളക്ക് കേട്ടോ. അന്നത്തെ 2 ദിവസം ഞാൻ വെക്കില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം, ഞാൻ വീക്കിലി എന്ന പോലെ പൂജാ റൂം ക്ലീൻ ചെയ്യാറുണ്ട്. പിന്നെ അന്നന്നത്തെ ഇപ്പോൾ പൂ വെച്ചിട്ടുള്ളതാണെങ്കിലും തിരിയാണെങ്കിലും ഒക്കെ എടുത്ത് മാറ്റും, എണ്ണ കളയും, തുടയ്ക്കും. ഡെയിലി ഡെയിലി നാമം ചൊല്ലും. പിന്നെ 6 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ഉള്ളപ്പോഴാണ് വിളക്ക് വെക്കുന്നത്. 7 മണിക്ക് 5 മിനിറ്റ് മുന്നെയാണ് വിളക്ക് തിരി താഴ്ത്തിക്കൊണ്ട് കെടുത്തുന്നത് കേട്ടോ. ഊതി കെടുത്താനോ അല്ലെങ്കിൽ കൈ കൊണ്ട് വീശി കെടുത്താനോ ഒന്നും പാടില്ല കേട്ടോ. ഇതൊക്കെയാണ്. പിന്നെ എന്തെങ്കിലും സംശയം നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇനി വൃത്തിയാക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഒന്നരാടം ദിവസങ്ങളിലാണ് വിളക്ക് കഴുകുന്നത്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴേക്കും എല്ലാ പ്ലേറ്റുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ കഴുകും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് വിമ്മിൻ്റെ ശുദ്ധം എന്ന് പറയുന്ന ഒരു ലിക്വിഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പം ഞാൻ ഈ പൂജ റൂം ക്ലീൻ ചെയ്തിട്ട് ഏകദേശം 1 മാസമായി. കാരണം ഞാൻ നാട്ടിലൊക്കെ പോയതിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കിക്കേ. ഇതായിരുന്നു നമ്മുടെ പാതി പാതി ചെയ്തത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഈ വിമ്മിൻ്റെ ശുദ്ധം എന്ന് പറയുന്ന ലിക്വിഡ് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മൾ സാധാരണ ഉപ്പും പുളിയൊക്കെ ഇട്ടിട്ട് ഒരുപാട് കഴുകുമ്പോഴത്തേക്ക് ഇതിന് ഒരുപാട് കോറലൊക്കെ വീഴാനായിട്ട് സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെയില്ല, പക്ഷേ നന്നായിട്ട് വെട്ടിത്തിളങ്ങുകയും ചെയ്യും, നമ്മുടെ കയ്യിൽ അഴുക്ക് പറ്റുകയും ഇല്ല കേട്ടോ. അപ്പം ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അത് അവൈലബിൾ ആണ്. കൂടാതെ ആമസോണിലും അവൈലബിൾ ആണ്. അപ്പം ഞാൻ എന്താ വിളക്ക് വെച്ചിട്ടുണ്ട്. 5 തിരിയിട്ടിട്ടാണ് എല്ലാ ദിവസവും ഞാൻ വിളക്ക് വയ്ക്കുന്നത്. നല്ല വിളക്കെണ്ണയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഫ്രൈഡേ ദിവസങ്ങളിലും സ്പെഷ്യൽ ഡേയ്സിലും ഞാൻ നെയ് വിളക്കും കത്തിക്കാറുണ്ട് കേട്ടോ. അതുപോലെ എല്ലാ ദിവസവും വീട്ടിലുണ്ടാവുന്ന പൂക്കൾ ഞാൻ ഭഗവാനെ വെച്ച് കൊടുക്കാറുണ്ട്. പറ്റാവുന്ന അത്രയും ഫോട്ടോസിൽ വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പം റോസപ്പൂവൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ഒരു 20 രൂപയ്ക്ക് 30 രൂപയ്ക്കൊക്കെ വാങ്ങിച്ച് ഒരുപാട് ദിവസം യൂസ് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ വീട്ടിനകത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഡോർ പ്ലാന്റ്സും പുറത്തെടുത്ത് വെച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ മുഴുവൻ സൺലൈറ്റും അവർക്ക് കിട്ടിയിട്ടുണ്ട്. വൺസ് ഇൻ എ വീക്ക്, അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ചെടികളൊക്കെ ഇത്രയും ഉഷാറായിട്ട് നിൽക്കുന്നത്. ഞാൻ 2 ആഴ്ച വീട്ടിനകത്ത് വെച്ച് വെള്ളം പോലും ഒഴിക്കാണ്ട് നാട്ടിലേക്ക് പോയിട്ട് പോലും ഇതൊന്നും കേട് വന്നിട്ടില്ല. അപ്പോൾ ഇവരെ ഞാൻ നല്ലപോലെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പൂജാ റൂമും ക്ലീനിങ്ങും വിളക്ക് വെപ്പും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ സാധാരണ അങ്ങനെ ഓൺലൈനിൽ നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സുകളാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ അങ്ങോട്ട് എടുക്കാറൊന്നുമില്ല. പക്ഷേ വീട്ടിലിടുന്ന പലാസോ പാൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് ഞാൻ ഓൺലൈൻ വാങ്ങിക്കാറുണ്ട്. റിവ്യൂ ഒക്കെ നോക്കി അങ്ങനെയൊക്കെയാണ് വാങ്ങിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഒരു 2-3 പാൻസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഇതാ ഈ ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതൊരു പലാസോ പാൻ്റ് ആണ് കേട്ടോ. ഒരു കോട്ടൺ ടൈപ്പിൽ മെറ്റീരിയൽ വരുന്ന ഇങ്ങനെ നിറച്ച് ഇങ്ങനെ പ്രിൻ്റൊക്കെ, ഞാൻ എപ്പോഴും പ്രിൻ്റഡ് ആയിട്ടുള്ള ക്ലോത്ത്സ്
പ്രിന്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് കൂടുതലും ഞാൻ യൂസ് ചെയ്യട്ടെ. എനിക്ക് കുറച്ചും കൂടിയും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. ഒരുപാട് റേറ്റിന്റെ പെലാസോ പാൻസ് ഒന്നല്ല, നമ്മൾ സാധാരണ വാങ്ങുന്ന റേറ്റിന്റെ ഒക്കെ തന്നെയാണ്. എന്നാൽ കുറച്ചും കൂടി ഡ്യൂറബിലിറ്റി ഉള്ള, കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യുന്ന റിവ്യൂ ഒക്കെ കണ്ട പാൻസ് ആണ് ഇത്. ഞാൻ വാഷ് ചെയ്തൊന്നും നോക്കിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് മീൻസ് പൂർണ്ണമായിട്ട് എനിക്ക് പറയാനും പറ്റില്ല കേട്ടോ. റിവ്യൂ വെച്ചിട്ട് അങ്ങനെ കളർ ഫെയ്ഡ് ആവുന്നില്ല, അങ്ങനെ ചുരുങ്ങുന്നില്ല, അങ്ങനത്തെ ഒക്കെ കമന്റ്സ് കണ്ട കാരണം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഓർഡർ ചെയ്തത്. അപ്പം ഇപ്പൊ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ടത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വാഷ് ചെയ്തിട്ടാണ് ഇടാറുള്ളൂ. ഇന്നിപ്പോ ഇത് ഞാൻ ഇടാൻ കാരണം നിങ്ങൾ പാൻസ് പെലാസോ കണ്ടോട്ടെ എങ്ങനത്തെ ഞാൻ വാങ്ങിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാണ് സെക്കൻഡ് വൺ കേട്ടോ. ഇതും ഒരു കോട്ടൺ മെറ്റീരിയൽ വരുന്ന പെലാസോ ആണ്. ഇത് നല്ല ഫ്ലയേർഡ് ആയിട്ടുള്ള പെലാസോ ആണ് കേട്ടോ. ഇതിന്റെ പാൻറ്റിന്റെ ഈ ഒരു വിഡ്ത്ത് കണ്ടോ, ഇത്രയുണ്ട് കേട്ടോ. ഭയങ്കര ഇങ്ങനെ പാവാട പോലെ കിടക്കും, പക്ഷെ നല്ല കംഫർട്ടബിൾ ആണ്. ഞാൻ ഈ വാങ്ങിച്ച പലാസോയിൽ വെച്ചിട്ട് ഏറ്റവും സുഖമുള്ള മെറ്റീരിയൽ ഇതാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആണ്, അങ്ങനെ സീ ത്രൂ ഒന്നല്ല, നിഴലടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കിത് ഇത്തിരി ലെങ്ത് കൂടുതലാണ്, അതുകൊണ്ട് ഈ അടിവശം എനിക്കൊന്ന് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ ഇത് എൻ്റെ സൈസ് മീഡിയം ആണ് സൈസ് കേട്ടോ. മീഡിയം ടു ലാർജ് ആണ് ഞാൻ പലാസോസ് വാങ്ങിക്കാറുള്ളത്. ഇതില് സൈസ് വരുന്നത് XXL മുതലാണ്. പക്ഷെ നമ്മൾ മീഡിയം ടു ലാർജ് സൈസ് യൂസ് ചെയ്യുന്നവർക്ക് ഇത് കറക്റ്റ് ആയിരിക്കും. എനിക്ക് ഒരു തരി ലൂസ് ഉണ്ട്, എന്നാലും നമുക്ക് ഇവിടെ അങ്ങനെ കെട്ടി വെക്കാനായിട്ട് ഇങ്ങനെ ഒരു ടൈ ചെയ്യാനായിട്ടുള്ള വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് ഊരി പോകുന്ന പോലെ തോന്നില്ല. അപ്പൊ XXL എന്ന് കണ്ടിട്ട് പേടിക്കണ്ട, നമുക്ക് പാകാവുന്ന ഒരു സൈസ് തന്നെയാണ് കേട്ടോ. നമുക്ക് കെട്ടിവെക്കാം. പിന്നെ ഇതിന്റെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇത് ഇത്രയും ഫ്ലെയേർഡ് ആയിട്ട് കിടക്കുന്ന കാരണം കൊണ്ടാണ് അങ്ങനെ സൈസുകൾ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ ഇത് ഇടുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഞാൻ ഇട്ടിട്ട് നിങ്ങളെ കാണിക്കാം. നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ. ഇതിൽ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം, എന്നോട് ചോദിച്ചാൽ മതി. ആവശ്യമുള്ളവർക്ക് ചെയ്യാം. ഇതെല്ലാം ഞാൻ ആമസോണിൽ നിന്നാണ് വരുത്തിയിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ഒരു പെലാസോ, ഇതൊരു കോമൺ എല്ലാവർക്കും കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പെലാസോ ആണ്. മെറ്റീരിയലൊക്കെ നല്ലതാണ്, കോട്ടൺ ടൈപ്പിൽ വരുന്ന പെലാസോ ആണ്. കളർ പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതും സീ ത്രൂ ഒന്നല്ല, അങ്ങനെ നിഴലടിക്കുന്ന പ്രശ്നം കാര്യങ്ങളൊന്നും വരാനായിട്ട് പോകുന്നില്ല കേട്ടോ. അപ്പൊ ഇതാണ് വേറൊരു പെലാസോ. ഇതെനിക്ക് തോന്നുന്നത് ഒരു 500 സംതിങ് ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. ഇതിൽ 999 എഴുതിയിട്ടുണ്ടെങ്കിലും 500 സംതിങ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. റേറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് അത്ര ഓർമ്മയില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം കേട്ടോ. ഓരോന്നിന്റെ റേറ്റും ഞാൻ കാണിക്കാം. ഇതാണ് വേറൊരു പെലാസോ. ഇതും നല്ല അത്യാവശ്യം ഫ്ലയേർഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പെലാസോ ആണ്. അങ്ങനെ ടൈറ്റ് ആയിട്ട് കിടക്കുക അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് വീട്ടിൽ കംഫർട്ടബിൾ ആയിട്ട് ഇനിയിപ്പോൾ ചൂടൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കൊക്കെ സുഖമായിട്ട് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പലാസോ ആണ് ഞാനിപ്പോൾ ഇതിലെല്ലാം ഓർഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അടുത്തത് ഈ ഒരു ബ്ലൂ കളറിലുള്ള പലാസോ ആണ്. ഇത് കഴുകുമ്പോൾ ചിലപ്പം കളർ പോകാൻ ചാൻസ് ഉണ്ട്. കോട്ടൺ മെറ്റീരിയൽ ഒക്കെ തന്നെയാണ്, പക്ഷെ എനിക്കിത് കാണുമ്പോൾ തോന്നാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ കുഴപ്പമില്ല. ഇങ്ങനെ അത്യാവശ്യം ഫ്ലയേർഡ് ആയിട്ടുള്ള പലാസോ തന്നെയാണ്. വീട്ടിലൊക്കെ ഇടാൻ നമ്മൾ ഇങ്ങനെ ടീഷർട്ടും ബനിയനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. ഞാൻ മിക്കതും വീട്ടിലൊക്കെ അങ്ങനത്തെയാണ് യൂസ് ചെയ്യുക. അത് കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ പലാസോ കുറേ അധികം വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിന് 1290 ഒക്കെ 299 ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും അത്രയൊന്നുമില്ല. ഒരു 500 റേഞ്ചിന്റെ ഉള്ളിലുള്ള പലാസോ ആണ്. ഒരു 500 to 1000 ഞാൻ പറയുന്നില്ല, ഒരു 800. ആ ഒരു ഗ്രീൻ ഞാൻ കാണിച്ചില്ല, അതിന് എനിക്ക് തോന്നുന്നു 700 800 ആ ഒരു റേഞ്ചാണ് വരുന്നത്. പക്ഷെ ഇതിന് അത്രയില്ല കേട്ടോ. ഒരു 500+ ആ ഒരു റേഞ്ചിൽ വരുന്ന പലാസോ ആണ് കേട്ടോ. ഇത് നല്ല പ്രിന്റൊക്കെ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇത്രയും പലാസോ ആണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 3-4 പലാസോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇതിൽ ഏതിൻ്റെ എങ്കിലും ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വേറെ ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിച്ചു. ഇത് അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇത് ഞാൻ പിന്നീട് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടന്നാലോ.
അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് എത്തി. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും മിക്കവാറും ദിവസം എന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ ഫുൽക്കയാണ് ഉണ്ടാക്കുന്നത്. അതായത് വിത്തൗട്ട് നെയ്യ് എണ്ണയൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് കേട്ടോ. ചപ്പാത്തിന്നോ ഫുൽക്കാന്നോ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. നല്ല ഫ്ലഫി ആയിട്ട് പൊന്തി വരുന്ന സാധനത്തിനെയാണല്ലോ ഈ ഫുൽക്ക എന്ന് പറയുന്നത്. പക്ഷേ ഫുൽക്കയുടെ സൈസ് ഇത്തിരി കൂടി ചെറുതാണ്. ഞാൻ പക്ഷേ കുറച്ചുകൂടി വലുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഫുൽക്ക പോലെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരും. അതിൻ്റെ പിന്നിൽ പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നുമില്ല. നമ്മൾ കുഴയ്ക്കുന്ന രീതിയാണ്. അത് നല്ല പോലെ ഇടിച്ച് പരത്തി കുറച്ച് അധികം സമയം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള ഇങ്ങനെ പൊന്തി ഇങ്ങനെ ബലൂൺ പോലെ വീർത്ത് വരുന്ന ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചപ്പാത്തി അല്ലെങ്കിൽ ഫുൽക്ക ഉണ്ടാക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നുമുണ്ട്. രണ്ടും കൂടിയിട്ടാണ് നടക്കുന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് അതിനായിട്ട് പ്രത്യേകിച്ച് സമയമൊന്നും ഞാൻ മാറ്റി വയ്ക്കാറില്ല കേട്ടോ. അപ്പോൾ ഡിന്നർ ഉണ്ടാക്കലും കഴിഞ്ഞു, കുട്ടികളെ പഠിപ്പിക്കലും കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.